അങ്ങനെ നമ്മൾ പഞ്ചാബിക്ക് തിരിച്ചു പോകേണ്ട ടൈം ഇങ്ങനെ ആയി വരികയാണ് കേട്ടോ. ആകെ ഇനി 1-2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇത് അന്നെടുത്ത് വീഡിയോയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പഞ്ചാബിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണീച്ചിട്ട് അച്ഛൻ റബ്ബർ വെട്ടാനടുത്തൊന്ന് പോയിട്ടോ. നാട്ടിൽ വന്നിട്ട് 1 മാസമായി. ഞാൻ കുറേ എപ്പോഴും വിചാരിക്കും അച്ഛൻ റബ്ബർ വെട്ടുമ്പോൾ അച്ഛൻ്റെ അടുത്തൊന്ന് പോയിട്ട് അവിടെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കണമെന്ന്. പക്ഷേ എൻ്റെ ഉറക്കം എന്നെ സമ്മതിക്കാറില്ല കേട്ടോ. കാരണം രാവിലെ എണീക്കാൻ തോന്നില്ല. രാവിലെ ഇവിടെ വൈകുന്നേരം രാവിലെയൊക്കെ നാട്ടിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഉച്ചയൊക്കെ ആകുമ്പോഴാണ് കുറച്ച് ചൂട്. ഉമേഷാണെങ്കിൽ അവിടെ തലേ ദിവസം നമ്മൾ കല്യാണം വീട്ടിൽ നിന്ന് വന്ന പായസം ഇരുന്ന് കഴിക്കേണ്ടത് കേട്ടോ. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് ഒത്തിരി ഡ്രസ്സുകൾ അലക്കാണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് അലക്കണം. ഒരാൾ അലക്കും, ഒരാൾ ഒരു പിഞ്ഞിടും, ഒരാൾ അരയിൽ കൊണ്ട് വിരിച്ചിടും കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇപ്പോൾ പെട്ടെന്ന് പണി തീർന്നു. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നറിയോ, ആരെങ്കിലുമൊക്കെ എനിക്ക് ഒത്തിരി പേര് വരുന്നവരൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ മോട്ടർ അങ്ങോട്ട് പണി മുടക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉമേഷ് പോയി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പഞ്ചാബിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ തേങ്ങ ഒന്ന് ഇളക്കാൻ കൂടിയെന്നുള്ളൂ. ഉരുളിയിലൊക്കെ ഉണ്ടാക്കണം, കുറേ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മേമയുടെ മോൾക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഉണ്ടാക്കി. ഞാൻ കുറച്ച് നേരം ഇളക്കാനൊക്കെ കൂടി. പിന്നെ ഞാൻ അവിടെ നിന്ന് പോയിട്ടോ. ഞാൻ പിന്നെ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് അലക്കൽ തുടങ്ങിയിട്ടോ. പിന്നെന്താ, എനിക്കിങ്ങനെ അലക്കലിൽ അലക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് എനിക്കിഷ്ടമല്ല. ഞാൻ എല്ലാം വാഷിംഗ് മെഷീനിൽ ഇടാറുണ്ട്. ഇത് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് അലക്കിയതാട്ടോ. പിന്നെ നമ്മൾ വാവ എനിക്ക് പെഡിക്യൂർ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടുത്തെ കുരുപ്പുകളൊക്കെ വന്നു കേട്ടോ, പിള്ളേർ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഫോണൊക്കെ മുന്നിട്ട് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇരുന്ന് തുള്ളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമനും കൂടിയിട്ടുണ്ടായിരുന്നു. മാമൻ എന്ന് പറയുന്നത് എൻ്റെ മേമയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഇവരൊക്കെ കോട്ടയത്തുള്ളവരാണേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉണ്ട വിജയമ്മയും കൂടി വന്ന് ഡാൻസ് കളിക്കാൻ കൂടിയിട്ടോ. പിന്നെ നമ്മൾ കുളിച്ചൊക്കെ റെഡി ആയിട്ട് സാരിയൊക്കെയാണ് ഇന്ന് കൊടുത്തത്. മേമയുടെ മോള് തിരിച്ചു പോവാണ് കേട്ടോ. അവൾ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവളെ ട്രെയിൻ കയറ്റാൻ വേണ്ടിയിട്ട് ലക്കിടിക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ക്ലോത്തിങ് സ്റ്റോറത്തെ ഒരു സാരി എടുത്തിടാമെന്ന്. എന്നിട്ട് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ അവിടെ പോയി കുറച്ച് പട്ടിഷോയൊക്കെ ഇറക്കിയിട്ടോ. അപ്പോഴേക്കിനും അവളുടെ ട്രെയിൻ വന്നു. അവളെ കയറ്റി വിട്ടു കേട്ടോ. അങ്ങനെ തിരിച്ചു പോണ വഴിക്ക് അവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനെയും ട്രെയിൻ പോകണു. ചരക്ക് ട്രെയിനാണെന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു പുഴയുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ വെള്ളമില്ലാത്തപ്പോൾ ഇവിടെ ആട്ടോ കുളിക്കാൻ അലക്കാനൊക്കെ വരിക. ആ ഭാഗത്ത് തന്നെ ഞങ്ങൾ വന്നു കേട്ടോ. അവിടെ പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി ചേട്ടാ.